ഇത് മാസ് മോട്ടോഴ്സ് ഇതാണ് ഹീറോയുടെ പാഷൻ പ്ലസ് വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. നമുക്കതിനകത്ത് ഞങ്ങൾ വർക്കെന്ന് പറഞ്ഞാൽ ബാക്കിലത്തെ റിമ്മും ടയറൊക്കെ മാറ്റാനുണ്ട്. പിന്നെ അതേപോലെ ഹോൺ സ്വിച്ച് കംപ്ലയിൻ്റ് ഉണ്ട്, അപ്പോൾ ഹോൺ ചെക്ക് ചെയ്യണം. അതേപോലെ ഇൻഡിക്കേറ്റർ ഒരെണ്ണം പൊട്ടിയിട്ടുണ്ട്, അത് റെഡിയാക്കണം. ഹെഡ്ലൈറ്റിൻ്റെ ബൾബ് ഒരെണ്ണം പോയിട്ടുണ്ട്. എഞ്ചിൻ ഓയിൽ മാറണം, ജനറൽ സർവീസ്, സ്പാർക്ക് പ്ലഗ് മാറണം, ടാങ്ക് കവർ മാറ്റാം, വാട്ടർ സർവീസ് ചെയ്യുക, ചെയിൻ സ്പോക്കറ്റ് കംപ്ലയിൻ്റ് അത് മാറ്റാം, കിക്കർ സൈഡ് ഓയിൽ ലീക്ക് ഉണ്ട്, അപ്പോൾ അത് ക്ലിയർ ചെയ്യാം. ഇത്രയാണ് മെയിനായിട്ട് പറഞ്ഞാണ് വർക്കുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മളതിൻ്റെ റിമ്മും ടയറൊക്കെ ഓൾറെഡി മാറ്റാനായിട്ട് ഇന്നലെ തന്നെ അയച്ചു കൊടുത്തായിരുന്നു, അത് മാറ്റി മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനകത്ത് MRFൻ്റെ ടയറാണ് നമ്മൾ ഇട്ടണം കേട്ടോ. അതേപോലെ തന്നെ റിമ്മും സ്പോക്കും കമ്പിയും കൂടി മാറ്റേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ ബാക്കിലത്തെ ബ്രേക്ക് ലൈനറൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ബ്രേക്ക് ലൈനറും മാക്സിമം അഡ്ജസ്റ്റിങ്ങിലാണ് നിൽക്കണം. അപ്പോൾ ലൈനറും കൂടി നമുക്ക് ബാക്കിലത്തെ മാറ്റി ഇടേണ്ടി വരും കേട്ടോ. പിന്നെ ചെയിൻ സ്പോക്കറ്റ് കംപ്ലയിൻ്റ് ഉണ്ട്, ചെയിൻ സ്പോക്കറ്റ് മാറ്റാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. വീലിൻ്റെ ഡാമ്പർ റബ്ബർ സെറ്റ് പൊട്ടി കിടക്കുന്നുണ്ട്, അത് ചേഞ്ച് ചെയ്യണം. എയർ ഫിൽറ്റർ നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി, വേറെ കംപ്ലയിൻ്റ് എന്ന് പറയാനില്ല. പിന്നെ എഞ്ചിൻ ഓയിൽ മാറ്റാം. പിന്നെ വരുമ്പോഴത്തേക്ക് ഈ ഒരു ഇൻഡിക്കേറ്റർ മാറ്റാനുണ്ട്, ഈ വിങ്കർ സ്വിച്ച് അസംബ്ലി കംപ്ലയിൻ്റ് ഉണ്ട്, അത് ചേഞ്ച് ചെയ്യാനുണ്ട്. പിന്നെ നമുക്ക് പ്ലഗ് മാറ്റണ കൂട്ടത്തിക്കടെ പ്ലഗ് ചേഞ്ച് ചെയ്യണ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്ലഗ് മാറ്റുമ്പോൾ ആ പ്ലഗിലേക്ക് കണക്ഷൻ വരുന്നത് ഈ ഒരു വയറും കൂടി എർത്താവണുണ്ട്. അത് ശരിക്കും ആ കോയിൽ അസംബ്ലിമേന്ന് തന്നെയാണ്, അപ്പോൾ അതും കൂടി മാറ്റിയിട്ട് നമുക്ക് റീസെറ്റ് ആക്കാം കേട്ടോ. പിന്നെ കിക്കറിൻ്റെ ഈ സൈഡ് ചെറിയ ലീക്ക് ഉണ്ട്, അപ്പോൾ ആ ഉത്സിൽ മാറ്റിയിട്ട് അത് റെഡി ആയിക്കോളും. പിന്നെ നമുക്ക് ബാക്കിയത്തെ ഇപ്പോൾ ഫ്രണ്ടും കൂടി അഴിക്കണം. ഫ്രണ്ടും കൂടി അഴിച്ചിട്ട് നമുക്ക് അതിൻ്റെ ബ്രേക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാം. കോൺസെപ്റ്റ് കംപ്ലയിൻ്റ് ഉണ്ട്, തൽക്കാലത്തേക്ക് ഞാനത് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ അടി ഉണ്ടായിരുന്നു, അതിപ്പോൾ ടൈറ്റ് ചെയ്ത് ഒരുവിധ അഡ്ജസ്റ്റിങ്ങിലേക്ക് ആക്കിയിട്ടുണ്ട്, അത് ആ രീതിയിൽ ഉപയോഗിക്കാം. പിന്നെ ഹാൻഡിലിൻ്റെ റബ്ബർ ചതഞ്ഞ് പോയിട്ടുണ്ട്, അപ്പോൾ അതൊന്ന് മാറ്റിയിടാം. അപ്പോൾ അതൊക്കെയാണ് മെയിനായിട്ട് വരല വർക്ക് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തിട്ടേക്കാം. വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടോ കേട്ടോ. നമുക്ക് വൈകിട്ടത്തേക്ക് എടുക്കാവുന്ന രീതിയിലാണ് നമ്മൾ സെറ്റ് ആക്കിയിട്ടിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ഈ എഞ്ചിൻ സൈഡ് 1-2 ഭാഗങ്ങളിൽ ഇച്ചിരി ഡീപ്പ് ലീക്കേജ് കാണുന്നുണ്ട്. ഇതിൻ്റെ ഹെഡിൻ്റെ ഗ്യാസ്കറ്റ് ലീക്കായിട്ട് ഇവിടുന്ന് ലീക്ക് ഉണ്ട് കേട്ടോ ചെറുതായിട്ട്. എന്നാൽ കാര്യമായിട്ടുള്ള ഓയിൽ ലെവൽ കുറവ് കാര്യങ്ങളില്ല, ചെറുതായിട്ട് അതിൻ്റെ ഉള്ളിൽ ലീക്ക് ഉണ്ട്. തൽക്കാലം അങ്ങനെ ഓടട്ടെ, കാരണം അത് അഴിക്കുമ്പോഴത്തേക്ക് നമുക്ക് ചിലവ് കൂടുതലായിരിക്കും. സിലിണ്ടർ ഹെഡിൻ്റെ ഭാഗം ഇളക്കണമല്ലോ, അപ്പോൾ പരമാവധി യൂസ് ചെയ്യാം, ഓയിൽ ലെവൽ കുറയാണ്ട് ഓടിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഞാനൊരു എസ്റ്റിമേറ്റ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടോളൂ. ഒരു 6-7 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എടുക്കാവുന്ന രീതിയിലാണ് നമ്മൾ സെറ്റ് ആക്കണേ. ഇനിയിപ്പോൾ ഇത് ഈ രീതിയിൽ തന്നെ നമുക്ക് സെറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് കൊണ്ടുപോയിട്ട് ഒന്ന് വാഷ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള അഴുക്ക് കാര്യങ്ങളൊക്കെ ക്ലിയറായിട്ട് പൊക്കോളും. കവർ കയറണേക്കാളും ഉപയോഗം ഇതിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം ചെളിയുണ്ട്, ആ ചേസിൻ്റെ ഭാഗത്തൊക്കെ തുരുമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വാട്ടർ സർവീസ് ചെയ്ത് കഴിഞ്ഞിട്ട് പെയിൻറ്റൊക്കെ ഒന്ന് ടച്ച് ചെയ്യാം, അപ്പോൾ ഓക്കെ ആയിക്കോളും. അപ്പോൾ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം കേട്ടോ, റിപ്ലൈ ഇട്ടാണ്.